കുതിരമുക്ക ഗോസ്റ്റ് ടൗണിലൂടെയുള്ള ഒരു റൈഡാണ്. അപ്പോൾ അതിനേക്കാളും മുമ്പ് അങ്ങോട്ട് പോകുന്നേക്കാളും മുമ്പ് ഒരു തൈലത്തോട്ടം കണ്ടു. അപ്പോൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. മുകളിലോട്ടൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു 10 രൂപയുടെ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് അവിടെ നിൽക്കാൻ നേരത്ത് കണ്ടില്ലേ, അങ്ങോട്ടുള്ള മലനിരകളൊക്കെ കാണാം. അങ്ങോട്ടൊക്കെ ഏകദേശം മഞ്ഞൊക്കെ മൂടി നിൽക്കുവാണ്. നമ്മൾ ഈ കാണുന്ന ഇവിടെ നിന്നാണ് ഒരു നല്ല അടിപൊളി കോഫി കുടിച്ചത്. അടിപൊളി ഫ്രെയിമല്ലേ, ചെറിയ രീതിയിലൊക്കെ മഴ പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. അതിനടുക്ക് ഒരു കോഫിയൊക്കെ കുടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത, ഒരു വൈബ് തന്നെയാണ്. എന്തായാലും നമുക്ക് അധികം നേരം ഇവിടെ നിന്ന് സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ റൈഡ് തുടങ്ങാം. സോ ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഇവിടെ പാസ് എടുക്കണം. നമ്മൾ പാസ് എന്ന് പറയുമ്പോൾ ഒരു എൻട്രി ചെയ്യിപ്പിക്കുന്ന കൂട്ടൊരിതാണ്, അതിന് പ്രത്യേകിച്ച് തുകയൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ആട്ടോ. ഇവിടെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർക്ക് ഇവിടുത്തെ ഒന്ന് എൻട്രി ചെയ്യിക്കണം, അത്രേ ഉള്ളൂ. വലിയ സീനൊന്നുമില്ല. മംഗളൂർ HX 3420. ഓക്കെ, താങ്ക് യു. 1.5 മണിക്കൂർ സമയമാണുള്ളത് നമുക്ക്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്താ സൂക്ഷിച്ച് പിടിക്കത്തില്ലേ? വണ്ടീൻ്റെ ഉള്ളിൽ വെക്കണം. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ആകുമ്പോൾ ആ സൈഡിലോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതിന് ടൈമിങ്സ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം കുറച്ച് കൂടുതൽ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ എക്സിറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:59 ആയിട്ടുണ്ട്. അവിടെ നമ്മൾ തിരിച്ചിറങ്ങേണ്ട സമയം കൃത്യം 5:30 മണിയാണ്. ലേറ്റായെങ്കിൽ ഫൈനുണ്ട്, അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 45 കിലോമീറ്റർ നമുക്ക് പോകാനാണ് 1.5 മണിക്കൂർ സമയം തന്നിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ കാണും? ദൈവമേ, പോകാൻ പറ്റും, കുഴപ്പമില്ല. എന്ത് ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ് നോക്കിക്കേ. ഇവിടെ നിന്ന് നിർത്താൻ പാടില്ല, പക്ഷേ ഇങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ സാധിക്കും. ഒന്നിനും സമയമില്ല. 1.5 മണിക്കൂറിനുള്ളിൽ എക്സിറ്റ് ആയില്ലെങ്കിൽ ഫൈൻ അടിക്കണം. അതിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ്. ഇത് ഏത് നദിയാണെന്ന് അറിയത്തില്ല കേട്ടോ, നോക്കാൻ നെറ്റ്വർക്കില്ല മൊബൈലൊന്നും. അങ്ങ് ദൂരെ കണ്ടില്ല, ആ ഒരു മലയുടെ മുകളിൽ കോടമഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന തൊട്ട് ഇങ്ങനത്തെ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് മലനിരകളുണ്ട്. അതുപോലെ തന്നെയാണ് നേത്രാവതി പീക്കും ഇതിൻ്റെ അവിടെ എവിടെയും കണ്ടാണ് വരുന്നത്. സമയമില്ല സമയത്താണ്, പക്ഷേ കുഴപ്പമില്ല. ഇതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചങ്ങ് മുന്നോട്ട് റൈഡ് പോവാം. അടിപൊളിയാണ്. വെള്ളമൊന്നും അധികം ഇല്ല കേട്ടോ, കാരണം മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ. ജൂൺ മാസം ഇന്ന് 2-ാം തീയതി 3-ാം തീയതി. എത്രാം തീയതിയാണ് ഇന്ന്? 3-ാം തീയതി അല്ലേ? ഇന്ന് 3-ാം തീയതിയാണ്. ഇത് പഴയ ഇലക്ട്രിക് ലൈനാണ്, കണ്ടില്ലേ? ഇതാണ് ശരിക്കുള്ള കുതിരമുക്ക ആ ഒരു ടൗണ്. കണ്ടില്ല, അങ്ങോട്ട് മലനിരകളൊക്കെ കണ്ടില്ല, ഇത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ കാണുന്ന കുറച്ചൊക്കെ വീടില്ലേ, ഷെഡ് പോലെയുള്ളത്, അവിടെ മറ്റേ ടൗൺഷിപ്പിൽ നിന്ന് അവർ പുറത്തിട്ടപ്പം പിന്നെ കോൺട്രാക്ട് ബേസിൽ വന്നവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ മാറിയെന്ന് തോന്നുന്നു. ചെറിയ രീതിയിൽ താമസം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഈ മൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റോട്ടിൽ പോകണം. ടൗൺഷിപ്പ് റൈറ്റിലോട്ടാണ്. പോയി നോക്കിയാലോ? അതെ, നമുക്ക് ആ റൂട്ടിൽ തന്നെ പോയി നോക്കാം. കുറിഞ്ചാൽ. ആരെങ്കിലും ചോദിച്ചെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ചായ കുടിച്ചാലോ? ഇതെന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. ഇത് അവിടെ ഒരു കടയുണ്ട് അന്ന് ദൂരെ. ആരെങ്കിലും ചോദിച്ചെങ്കിൽ നമ്മൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞാൽ മതി. അല്ല, കുടിക്കാനുള്ള സമയമില്ല. ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചാൽ മതി. ഇതാണ് ഹോസ്പിറ്റൽ, കണ്ടില്ലേ? ഇനി മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാരുടെ സാന്നിധ്യമൊക്കെ കുറഞ്ഞു വരും. ദൈവം, ഇത് ഹോസ്പിറ്റലാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നെഹ്റുവാ, ജവഹർലാൽ നെഹ്റുയുടെ ഒരു സ്റ്റാച്യു ആണ് ഇവിടെ ഉള്ളത്. ഇതവിടെ കിട്ടി. ബാങ്ക് കിട്ടി. നിനക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ഇതെവിടെ ഒരു കനറ ബാങ്ക്. പണ്ടത്തെ ഇത് കണ്ടില്ലേ? ഇതേത് ബാങ്കാ? MNC ബാങ്ക്. ഇങ്ങോട്ട് പോയി പഴയ ഒരു പാലം കാണാം.
ചക്കയൊക്കെ കാഴ്ച നിൽക്കുന്നു കണ്ടില്ലേ. ഇവിടെ വെച്ചാണ് ഞാൻ ഒരു അനിമലിനെ സ്പോട്ട് ചെയ്തത്. എൻ്റെ സൗണ്ടൊക്കെ കേട്ടു എന്ന് പറഞ്ഞില്ലേ, അതിനെ ഗോസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് അവർ വിചാരിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായി. സാരമില്ല, ആ വീഡിയോ മാത്രം വൈറലായി. എടാ, ടയർ വല്ലതും പഞ്ചറാവോ? ആവില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കയറി നമ്മൾക്ക് ഒരു തോന്നലുണ്ടാവും. കണ്ടില്ല, ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കും. ഇതൊക്കെ മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഈ സൈഡൊക്കെ വീടാട്ടോ. അങ്ങോട്ട് ഇത് കണ്ടില്ല, റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കാം. പബ്ലിക്കിന് ആക്സസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഇതാണ്. നമ്മളെപ്പോലെയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് സഞ്ചരിക്കുന്നവർ. അപ്പോൾ അവർ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് ബ്ലോക്ക് ചെയ്തത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ നേരത്തെ ഇത് ഓപ്പൺ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളോട്ട് പോകുന്നത് കണ്ടില്ല, ഇത് ടാറിങ് റോഡാണ്. അവിടെയൊക്കെ ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ മുമ്പ് കാടല്ലായിരുന്നു, അതും കൂടെ ആലോചിക്കണം. കാടായിരുന്നു, അതിനെ നശിപ്പിച്ച് ഒരുപാട് വീടും കെട്ടിടങ്ങളൊക്കെ ആയി. മുകളിൽ ഉള്ള വാട്ടർ ടാങ്കൊക്കെ ആ ഒരു പോർഷനാണ് തോന്നുന്നു, അങ്ങോട്ടാണ്, കാടിൻ്റെ അങ്ങോട്ടാണ്. നമ്മൾ ഈ വഴിയാണ് കയറി വന്നത്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, പഴയ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ. എടാ, ലൈറ്റുണ്ട്, ബൾബുണ്ട്, എടുത്താലോ? കണ്ടില്ലേ, ഈ വഴി വേണം ഇനി ഇറങ്ങിപ്പോവാൻ. ഇവിടെ വെച്ചും കണ്ടടാ, അതൊരു എനിക്ക് തോന്നുന്നേ ഒരു മാനാർന്നും തോന്നുന്നു. അന്ന് ഞാൻ സൗണ്ട് കേട്ടില്ലേ, അത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ നിന്നല്ല അന്ന് വന്നത്, അപ്പർ സൈഡിൽ നിന്നാണ്, കാട്ടിക്കര വന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ എൻ്റെ വിചാരം എന്താ, ഇത് കാടിൻ്റെ നടുക്കുള്ളൊരു സെക്ടറായിരിക്കും. 10,000-ഓളം ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. ഇല്ല, ഇവിടെ CC ക്യാമറ. നീ കുറച്ച് ഒരു മിനിറ്റ് താഴെ പോയിട്ടെ, ഞാൻ വരുന്നൊന്ന് ഷൂട്ട് ചെയ്യും. കുറച്ചും കൂടെ താഴെ പോകും. റെക്കോർഡല്ലേ? അവിടെ വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ, നോ സ്മോക്ക്. കയറിയോ? യെസ്. ഫോൺ ഇവിടെ കണ്ടില്ലേ, ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോലും ഓരോ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുക. ഞാൻ മിനിഞ്ഞാന്ന് ഇത് കണ്ടില്ലേ, ഈ ഒരു പോർഷൻ കണ്ടില്ലേ, വേരൊക്കെ വിത്തിൽ വളർന്നു നിൽക്കുന്ന കണ്ടില്ലേ, അത് ആൽമരാന്ന് തോന്നുന്നു, കണ്ടിട്ടങ്ങനെ തോന്നുന്നത്. ഇത് ഈ ഒരു പോർഷൻ ഇവിടെയൊക്കെ അവിടെ ചക്ക കായ്ച്ച് നിൽക്കുന്നു ആ ഒരു മരത്തിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് വന്നെങ്കിൽ പിന്നെ തിരിച്ചു പോകാനുള്ള വഴി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്ക് ഈ സൈഡിൽ പോവാം. ഇത്രത്തോളം ആൾക്കാർ, കുട്ടികളൊക്കെ കളിച്ച് ഓടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ ഇതൊന്നും അല്ല. പല ഭാഗം ഇതിൻ്റെ ക്ലോസ് ചെയ്തിരിക്കുക റോഡ്, നമുക്ക് ആക്സസ് ഇല്ല പോകാൻ വേണ്ടി. കണ്ടില്ലേ, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കണ്ടില്ലേ. ഈ വഴിയും കാണാൻ തോന്നും മറ്റേ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങോട്ടാണ്? ഇത് പട്ടിയാണല്ലേ, ഞാൻ പേടിച്ച്. നിനക്കൊരു കാര്യം അറിയോ, വഴി തെറ്റിട്ടോ. ഇനി എത്തിയാൽ എത്തിയെന്ന് വിചാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ചുരുളി സിനിമയിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തൊട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടുണ്ടാവും. ആക്ച്വലി ആ വഴിയായിരുന്നു മുകളിലോട്ട് പോയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ വഴിയില്ലേ, അത് ഇതിലൂടെ കേട്ടോ. ഇതാണ് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാം. മൈനിങ് നടന്ന ആ ഒരു ഏരിയ കണ്ടില്ലേ, ആ ഒരു മല നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ആ മലയുടെ എത്ര ഭാഗം തുരന്നെടുത്തേക്കണം കണ്ടില്ലേ. ഹെലിപ്പാഡ് ഇവിടെയാണ്, അങ്ങോട്ടാണ്, മുകളിലോട്ടാണ്. ഹെലിപ്പാഡുണ്ട്. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. ഈ ഒരു കട പണ്ട് തൊട്ട് തന്നെ ഉള്ള ഒരു കടയാണ്. നാരങ്ങ, മാങ്ങ. ഈ പൈപ്പിലൂടെയാണ് മൈനിങ് ചെയ്ത അയറൺ ഓറിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ, അത് ലിക്വിഡ് ഫോമിൽ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് പൈപ്പിലൂടെയാണ് ഗ്രാവിറ്റി ഫ്ലോയിൽ നമ്മുടെ മംഗലവാരം ബന്ദറില്ലേ, പണമ്പൂർ ബന്ദർ, അവിടെ എത്തിച്ചുകൊണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈ രണ്ട് പൈപ്പിൽ, ഈ രണ്ട് കുഴൽ പോലെയുള്ള ഈ പൈപ്പിൽ, ഇത് ഹൈറ്റാണല്ലോ, മംഗലവാരം ഇവിടെ താഴെയാണല്ലോ, ഗ്രാവിറ്റി ഫ്ലോയിൽ അതങ്ങനെ പൊക്കോളും.
ഇവിടെ ഈ മൈനിങ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡാം പോലും പണിതിരിക്കുന്നത്. മറ്റേ ആ ഡാമിൻ്റെ പേര് ലക്കിയ ഡാം അല്ലേ? അതെ, വീണ്ടും ടൗൺഷിപ്പിൻ്റെ ആ ഒരു പോർഷൻ. എവിടെയെങ്കിൽ സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും മൈനിങ് സ്റ്റാർട്ട് ആവുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മല എവിടെ ഉണ്ടാവില്ലായിരുന്നു. അതെ, അന്ന് മറ്റേ വലിയ രീതിയിലുള്ള സ്ട്രൈക്കും സംഭവങ്ങളൊക്കെ ഒരുപാട് നടന്നു. അത് തുടങ്ങിയത് എങ്ങനെ അറിയോ? ഈ നദി ഉണ്ടല്ലോ, ഇവിടെയുള്ള നദിയൊക്കെ പൊല്യൂട്ടഡ് ആയി തുടങ്ങി. ഇവർ മൈനിങ് ചെയ്ത് എടുത്ത് അത് പ്രോസസ്സ് ചെയ്യൂലേ, ആ വള്ളത്തിൻ്റെ ഫോമിലാക്കിയിട്ടേ അല്ലേ അത് അയറൺ ഓറിൻ്റെ കണ്ടിട്ട് അങ്ങോട്ട് ബന്ദറിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇവർ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഡാമിൽ നിന്നും. ആ വെള്ളം എന്താ, ഇവർ ഇത് ചെയ്ത ആ മണ്ണിൻ്റെ കണ്ടൻറ്റും അയറൺ ഓറിൻ്റെ കണ്ടൻറ്റൊക്കെ മിക്സഡ് ആയിരിക്കും. എത്രത്തോളം നമ്മൾ സൂക്ഷിച്ചെങ്കിൽ അത് വെള്ളത്തിനോടൊപ്പം തന്നെ പോകും. ആ വേസ്റ്റ് വെള്ളം ഇവർ നദിയിലോട്ടായിരുന്നു ഒഴുക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ നദി മൊത്തം എന്താ പറയുക, റെഡിഷ് ആയിട്ടാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് സമരമൊക്കെ ചെയ്തിട്ടാണ് ഇതാക്കിയത്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ മണലിൻ്റെ അടിയിലൊക്കെ വന്ന് അടിയുന്നത് എന്താ, ഈ മണ്ണാണ്, ഈ ഇരുമ്പിൻ്റെ അംശമുള്ള മണ്ണാണ്. ഇരുമ്പ് തന്നെയാണ് പറയാം. അപ്പോൾ എന്താവും, ഉള്ളിലോട്ട് മണ്ണൊക്കെ എന്താ പറയുക, ഈ മണലിൻ്റെ പകരം ഈ ഇരുമ്പിൻ്റെ അംശമാണ് ഉള്ളത്. അങ്ങനെ അത് നേച്ചറിന് ഭയങ്കര ദോഷം ചെയ്യും. പിന്നെ അഗ്രികൾച്ചേഴ്സിന് കർഷകരൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്രശ്നമാവും എന്നുള്ള രീതിയിലാണ് സമരമൊക്കെ ചെയ്തത്. പിന്നീട് സുപ്രീം കോർട്ട് അത് മനസ്സിലാക്കി സ്റ്റേ ചെയ്യിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഈ കുതിരമുക്ക് അയറൺ ഓർ കമ്പനി തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇതാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റീൽ ആൻഡ് ഏതൊരു സംഭവം ഇല്ലേ, അതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു ഇതാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇത്. ഇവിടെ നിന്ന് കുറച്ച് ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടോ. നോക്കിക്കോ, ആ മലമുണ്ടിലൊക്കെ കാട്ടുപോത്ത് എന്തെങ്കിലും നിൽക്കുന്നുണ്ടാവും. ബ്യൂട്ടിഫുൾ. നോക്കടാ, മുന്നോട്ട് നോക്കിക്കേ, ആ ഒരു വെയിലിൻ്റെ ഒരു ലൈറ്റിങ്ങും എന്താ ഫ്രെയിം മോനെ. നോക്കിക്കോ, ഇവിടെ നിന്ന് കണ്ടാണ് നമ്മൾ അന്ന് കാട്ടിനെ സ്പോട്ട് ചെയ്തത്. എൻ്റെ അതെ അതെ അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട്. അതെ, ഇവിടെ വെച്ചങ്ങാണ് നമ്മൾ കണ്ടത് കാട്ടുപോത്തിനെ. ഇത് അടുത്തൊരു ഇതാട്ടോ, കുരിഞ്ചാൽ പീക്കില്ലേ, വണ്ടി പേടിപ്പിച്ച് കളഞ്ഞ്. കുരിഞ്ചാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രക്കിംഗ് പോയിന്റിലോട്ട് പോകുന്ന സ്ഥലമാണ്, റൂട്ടാണത്. ഇത് കണ്ടില്ലേ, ലെഫ്റ്റും റൈറ്റും ഒരു കുഴി പോലെ, നടുക്ക് മാത്രം റോഡ് ഹൈറ്റിൽ പണിതിരിക്കുന്നു. ഇത് മാൻമേഡ് ആണോ നാച്ചുറൽ ആയിട്ടുള്ളതാണോ നിൻ്റെ അറിവിൽ? ഈ ഒരു റോഡേ മാൻമേഡ് ആണോ നാച്ചുറൽ ആയിട്ടുള്ളതാണോ? പക്ഷെ മാൻമേഡ് ആണ്. ആ, കുതിരമുക്ക നാഷണൽ പാർക്കിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ദ്വാരകം. ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പണിയുടെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ടോ. സിംഗാർ ഷോള സഫാരി മുകളിലോ എന്തെങ്കിലും ഉണ്ടോ? അനിമൽസ് ആണോ? അതുപോലെ മരമായിരിക്കും. നിനക്ക് എന്തായിട്ടത് കാണുന്നത്? എന്താ പുള്ളിപ്പുലി? എവിടെ? യെസ്, കണ്ടിരിക്കുന്നു. പുലിയോ? കുരങ്ങ് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പുലി ഉണ്ടാവാൻ സാധ്യതയില്ല. കണ്ടില്ലേ, ഇതാണ് ആ ഒരു വാട്ടർഫോൾ. നമ്മൾ നേരത്തെ കണ്ട ആ കാറ് കണ്ടില്ലേ? മഴക്കാലത്ത് അടിപൊളിയാണ്, നല്ല കുത്തി ഒലിച്ചു വരുന്ന വെള്ളമായിരിക്കും. ഇപ്പം അങ്ങനെ അധികം വെള്ളമൊന്നുമില്ല. പോവല്ലേ, ഫോറസ്റ്റുകാരും അല്ലല്ലോ. വിട്ടോ. ആ, ഈ കടമ്പി അല്ലേ? അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് കടമ്പി വാട്ടർഫാൾ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ആ ഒരു തനിതായ ആ വനങ്ങളുടെ നടുവിലൂടെയാണ്. കാരണം ശരിക്കും അതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ വന്നാലേ അതിൻ്റെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അധികം തിരക്കില്ല, വണ്ടിയില്ല, നല്ല കാമായിട്ടുള്ള സ്ഥലം. ആ ഒരു ഫോറസ്റ്റിൻ്റെ തണുപ്പും ആ ഫോറസ്റ്റിൻ്റെ തനിതായ ശബ്ദവും അതൊക്കെ മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒറ്റൊരു വിഷമമെന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു ടൈം സോണാണ്. നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു സമയം ഉള്ളതുകൊണ്ടാണ്
നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ കണ്ടും നിർത്തിയൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതൊന്നും കാണാൻ സാധിക്കത്തില്ല. പിന്നെ വൈൽഡ് അനിമൽസ് ഉണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷേ അത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കൂട്ടല്ല ഉള്ളത്, കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ്. കണ്ട ഭാഗ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാട്ടുപോത്തിനെ കണ്ടത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മുടെ ഗംഗാ നദിയുടെ ബർത്ത് പ്ലേസ് അല്ലേ? ഏതൊരു ഗംഗാ നദി? നിനക്ക് ഏത് ഗംഗാ നദി അറിയാം? ഇത് ഗംഗാ മൂല എന്നാണ് ഉള്ളത്, കണ്ടില്ലേ? എന്ന് വെച്ചാൽ എന്താ, ഗംഗയുടെ മൂല എന്നാണോ? ഇവിടെ റൂട്ടുണ്ട്, ഇതിലൂടെയാണ് തോന്നുന്നു പോകുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ബോർഡ്, സൈൻ ബോർഡ് കാണിച്ചിരിക്കുന്നത്, ലെഫ്റ്റാന്ന് പറഞ്ഞിട്ട്. ഇവിടെ കണ്ടത് അവിടെ ഒരു വീട് കണ്ടില്ലേ, ഒരു ഷെഡ് പോലെ. അതാന്ന് തോന്നുന്നു കെരക്കെട്ടെ വൈൽഡ് ലൈഫ്. ഇതൊരു സെക്ഷനായിട്ടാണ്. ഈ ഗേറ്റ് തുറന്ന് നമുക്ക് ഉള്ളോട്ട് പോയാലോ? ഇത് തുറന്നിട്ട് തന്നെ വർഷങ്ങളായി തോന്നുന്നു. എന്ത് രസമല്ലേ? മൊത്തം കോടമഞ്ഞല്ലേ, നിനക്ക് തണുക്കുന്നില്ലേ? ടാറിങ് ചെയ്തു, ടാറിങ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. കോൺക്രീറ്റ് മാത്രമേ നമുക്ക് താഴെ കാണാം. പാതി നനഞ്ചാച്ച്. അപ്പോൾ പിന്നെ ഇതും കൂടെ കണ്ടിട്ട് പോവാം. വാവ്, പ്രത്യേകിച്ച് വലിയ വാവില്ല, എന്നാലും ഒരു വാവ് കൊടുത്തേക്കാം. ഹായ്, രസമുണ്ടാ കോടമഞ്ഞൊക്കെ ആയിട്ടേ. എന്തിനാടാ അങ്ങനെ? വലിയ സീനൊന്നുമില്ല, സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. എന്ത് ബ്യൂട്ടിഫുൾ റോഡാന്ന് നോക്കിക്കേ. അവിടെ കണ്ടോ ഒരു വാട്ടർഫോളുള്ളൂ, അതിപ്പോൾ ക്ലോസ്ഡാണ്. നമ്മൾ വന്ന വഴിയാണ്. സമയം എത്രയേറിയോ? 5:30 ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലെന്താ വരച്ചേക്കണേന്ന് നോക്കിയാലോ. 1.5 മണിക്കൂറാണ് സമയം തന്നിട്ടുള്ളത്. എൻട്രി ടൈം 4 മണി അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ 5:30. ആ ഒരു പാസിൽ വരച്ചിരിക്കുന്നത് 200 രൂപ ഫൈനെന്നാണ് ലേറ്റായിട്ട് പോയാൽ. പിന്നെ മറ്റുള്ള റെസ്ട്രിക്ഷൻ ഫോറസ്റ്റിൽ അല്ല, റിസർവ് ഫോറസ്റ്റിലുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെയേ ഉള്ളൂ. ഇതെന്തുപറ്റി? ഫോറസ്റ്റുകാരല്ലേ? ഇതിലൂടെ പോയാലാണ് നമുക്ക് ശൃംഗേരി അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നത് അല്ലേ? ശൃംഗേരി ആകുമ്പോഴൊക്കെ റൈറ്റിലോട്ട്, നമ്മൾ നേരെ താഴിലോട്ട്. അതെ, കോടമഞ്ഞേ. പത്ത് മിനിറ്റ് നമ്മൾ ലേറ്റാ, എന്നാലും ഇവിടം വരെ എത്തിപ്പിച്ചില്ലേ. പഠിച്ചു 10 മിനിറ്റൊന്നും വലിയ കുഴപ്പമില്ല. 10 മിനിറ്റൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് സ്ട്രൈറ്റ് അല്ലേ പോകാനുള്ളത്? ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ഒന്ന് ശ്വാസം വിടാം. കിട്ടിയ ഇവരെല്ലാവരും ശ്വാസം വിട്ടിട്ട് നിൽക്കുന്നവരായിരിക്കും അല്ലേ? 2 ചായ പറഞ്ഞു. ഫൈൻ അടിക്കുന്നുള്ള പേടിയിൽ നമ്മൾ വെച്ച് പിടിച്ചാണ് താഴോട്ട് വന്നത്. ഒരു 10 മിനിറ്റുള്ള ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും പറഞ്ഞില്ല. അവിടെ വന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചായ നല്ല ബജ്ജിയൊക്കെ കഴിച്ചു. പക്ഷേ കുറച്ച് ബില്ലധികം കുറച്ച് കൂടുതലായിരുന്നു, അത് പോട്ടെ. പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്രെയിമായിരുന്നു റൈറ്റും ലെഫ്റ്റൊക്കെ. പക്ഷേ അത് മൊത്തം കാടൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പുറകെ തന്നെയാണ് ആ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നത്. അപ്പം എന്തായാലും ഇവിടെ നിന്ന് നേരെ വിട്ടേക്കുവാണ്. സമയം ഇപ്പം ഫോണൊന്നുമില്ല. സമയം എത്രയാടാ? 6 മണിയായോ? കൃത്യം 6 മണിയായി. എന്തായാലും ഇവിടെ തന്നെ നോക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം
ഒരു വൈബ് സ്ഥലമാണെന്ന്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ വെച്ച് പിടിച്ച് വന്ന്. ഈ ടൈം റെസ്ട്രിക്ഷനാണ് ആകെയുള്ള പ്രശ്നം. ഇല്ലെങ്കിൽ 200 റെഡിയാക്കി വെക്കുക അത് കൊടുക്കാനുള്ളത്. അത് പിന്നെ എത്ര മണിക്കൂറും ലേറ്റാക്കി പിന്നെ കുഴപ്പമില്ലല്ലോ. അടുത്ത പ്രാവശ്യം വരുന്ന നേരത്ത് അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചായ കുടിച്ച കടയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, നേരെ എടുത്ത് വിട്ടേക്കാം. അപ്പോൾ പിന്നെ പോവല്ലേ.